യങ് ജനറേഷൻ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് അമാൻ സാറിന്റെ സോഷ്യൽ സയൻസ് ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യൂസ് ചെയ്തൊരു ടേമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളത്. സാർ അത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തൊരു നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രക്ഷോഭമായിട്ടുള്ള ഒരു സംഭവത്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്തായിരുന്നു ആ സംഭവം? സാർ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്? അതായത് സോഷ്യോളജി നമുക്കറിയാം, സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ പഠിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം. അപ്പൊ അതിൽ പറയുന്ന ഒരു ടേമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിഗത പ്രശ്നം എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അത് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ 6ാമത്തെ ഫീച്ചറാണ് ക്വസ്റ്റ്യനിങ് ദ നെഗറ്റീവ് നോംസ് എന്ന് പറയുന്നത്. തെറ്റായ വഴക്കങ്ങളെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞതിൽ നീറ്റ്, ഒരുപാട് ആളുകളുടെ സ്വപ്നമായ നീറ്റിന്റെ ചോദ്യ പേപ്പർ ചോർന്നു. 23 കുട്ടികൾ അതിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. അപ്പോൾ അതിന്റെ പ്രശ്നത്താൽ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആ കുട്ടികൾ കടന്നുപോയത്. അതൊരു സൂയിസൈഡ്, ഒരു വ്യക്തിഗത പ്രശ്നം, ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുകയാണ്. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവുകയാണ്. അപ്പോൾ അതിനെതിരെ ജന്തർ മന്ദിറിൽ നമ്മുടെ യുവാക്കള്, ജെൻസികള് സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചു. അതില് കേന്ദ്രത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിനിസ്റ്ററിന്റെ രാജി അതിലൂടെ. അപ്പൊ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ജനാധിപത്യവും സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇത് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ നെഗറ്റീവ് നോംസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത്. ജെൻസി ആ കാര്യത്തിൽ അടിപൊളിയാണ്. കാരണം നമ്മളൊക്കെ പെടുന്ന മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് പറ്റുന്ന ആൾക്കാർ നേരിട്ടൊക്കെ ആയിട്ട്. ഏതായാലും താങ്ക് യു അമാൻ സർ. കുട്ടികളെ ഇങ്ങനെ രാഷ്ട്രബോധമുള്ള ആൾക്കാരാക്കി മാറ്റുന്നതിൽ നമുക്കൊരു പങ്കുവഹിക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യം. ഏതായാലും ക്ലാസ് തുടർന്നോളൂ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.